ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്നത്തെ വീഡിയോ മഹാജനപദാസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. BC 6-ാം നൂറ്റാണ്ടിൽ നോർത്ത് ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുള്ള 16 കിങ്ഡംസിനെയാണ് നമ്മൾ മഹാജനപദാസ് എന്ന് വിളിക്കാറുള്ളത്. മഹാജനപദാസിനെ കുറിച്ച് മനസ്സിലാക്കാൻ കുറേ സോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുത്തപിത്തകയിലുള്ള ആദ്യത്തെ 4 പുസ്തകങ്ങൾ. കൂടാതെ വിജയപിത്തക, സുത്തനിപാത ഇതൊക്കെ ഈ ഒരു പീരീഡിലുള്ള കൃതികളാണ്. കുത്തക നികായയും അഭിധമ്മ പിത്തകയിലും നമുക്കിതിനെക്കുറിച്ചുള്ള റെഫറൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ ഒരു സമയത്തിന് ശേഷം വരുന്ന കൃതികളാണ് ഇവ രണ്ടും. മഹാജനപദാസിനെ കുറിച്ച് പരാമർശിക്കുന്ന മറ്റ് കൃതികളാണ് സൂത്രാസ്, ധർമ്മസൂത്രാസ് തുടങ്ങിയിട്ടുള്ള ധർമ്മശാസ്ത്രയുടെ കൃതികൾ. മറ്റൊന്ന് ധർമ്മശാസ്ത്ര ഓഫ് ഗൗതമ, അപസ്തംഭ, ബൗദ്ധയാന ആൻഡ് വശിഷ്ഠ. കൂടാതെ ഗ്രീക്ക്, ലാറ്റിൻ വർക്ക്സും ഇവരെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ജൈൻ ടെക്സ്റ്റായിട്ടുള്ള ഭഗവതി സൂത്രയും പരിഷ്ടപർവനും. ആർക്കിയോളജിക്കലി നോക്കുമ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഈ ഒരു പീരീഡ് കാണപ്പെടുന്ന പോട്ടറിയാണ് നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ. ഇത് പലപ്പോഴും ചോദിക്കാറുണ്ട്. ജനപദ എന്ന വാക്ക് വരുന്നത് ജനപദ ഈ 2 വേർഡിൽ നിന്നാണ്. ജനപദ എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് ദ പ്ലേസ് വെർ ദ ട്രൈബ് സെറ്റ്സ് ഇറ്റ്സ് ഫൂട്ട് അപ്പോൺ. അതായത് ട്രൈബോ എത്നിക് ഗ്രൂപ്പ്, അതായത് ജന കാല് വെക്കുന്ന, പാദം വെക്കുന്ന സ്ഥലമാണ് ജനപദ. സോ ജന എന്ന വേർഡിൻ്റെ അർത്ഥം ട്രൈബ് ഓർ എത്നിക് ഗ്രൂപ്പ് എന്നാണ്. ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഐസൊലേറ്റഡ് ആയിട്ട് നിന്നിരുന്ന ജനാസ് ജനപദാസ് ആയിട്ട് മാറുന്നത് വേദിക് പീരീഡിൻ്റെ അവസാന കാലഘട്ടങ്ങളിലേക്കാണ്. ലേറ്റർ ഇവ രാജവംശങ്ങളായിട്ട് പവർഫുള്ളായി വന്നതിന് ശേഷമാണ് മഹാജനപദാസ് എന്നുള്ള പേര് വരുന്നത്. 16 മഹാജനപദങ്ങളെ സോളസ മഹാജനപദ എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുന്ന കൃതിയാണ് അംഗുത്തര നികായ. അംഗുത്തര നികായ ഏത് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഭാരതവർഷയ്ക്ക് ഇവർ യൂസ് ചെയ്യുന്ന വാക്കാണ് ജംബുദ്വീപ. ഓക്കെ, ജംബുദ്വീപയിൽ സോളസ മഹാജനപദാസ് ഉണ്ടെന്ന് പറയുന്നത് ഏത് കൃതിയാണ്? അംഗുത്തര നികായ. ഇത് മറക്കാൻ പാടില്ല. ജൈൻ കൃതിയായിട്ടുള്ള ഭഗവതി സൂത്രയും ബുദ്ധിസ്റ്റ് മഹാവസ്തുവൊക്കെ മഹാജനപദാസിനെ ബ്രീഫ്ലി മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് ഇവർ പറയുന്നത് വങ്ക, മലയ തുടങ്ങിയ മഹാജനപദാസിനെയാണ്. പക്ഷേ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവരിതിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നില്ല. 16 മഹാജനപദാസിൻ്റെ ജോഗ്രാഫിക്കൽ എക്സ്റ്റെൻറ്റ് നോക്കുകയാണെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മുതൽ പ്രസൻറ്റ് ബീഹാർ വരെയുള്ള ഈ ഒരു നോർത്തേൺ സ്ട്രെച്ചിൽ മൊത്തം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാം. നോർത്ത് ടു സൗത്ത് നോക്കുകയാണെങ്കിൽ ഹിമാലയൻ മൗണ്ടെയ്ൻസ് മുതൽ സൗത്തിൽ ഗോദാവരി റിവർ വരെ ഇതിൻ്റെ എക്സ്റ്റെൻറ്റ് നമുക്ക് കാണാം. ഈ 16 മഹാജനപദാസിനെ നമുക്ക് ജനറലായിട്ട് 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് രാജ്യാസ്. രാജ്യ എന്ന് പറയുന്നത് രാജാവ് ഭരിക്കുന്ന മൊണാർക്കിയാണ്. മറ്റൊന്ന് ഗണാസ് ഓർ സംഘാസ്. സംഘ എന്ന് പറയുന്നത് ഒരു സംഘം ചേർന്ന് ഭരിക്കുന്നതാണ്. അപ്പോൾ റിപ്പബ്ലിക് എന്ന് ഓർത്തു വെക്കാം. സോ ജന, സംഘ അല്ലെങ്കിൽ രാജ്യ, ഇത് രണ്ടുമാണ് 2 ടൈപ്സ് വരുന്നത്. ഇതിൽ നമുക്ക് റിപ്പബ്ലിക്സിൻ്റെ പേര് മാത്രം ഓർത്ത് വെക്കാം, കാരണം 4 റിപ്പബ്ലിക്സ് മാത്രമേ ഉള്ളൂ. ഒന്ന് വജ്ജി, മല്ല, കുരു, കംബോജ. ബാക്കിയെല്ലാം മൊണാർക്കീസ് ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈസി ആണ് ഓർത്ത് വെക്കാൻ. കംബോജ, കുരു, മല്ല, വജ്ജി. വില്ലേജിൻ്റെ ലീഡേഴ്സിന് ഈ ഒരു പീരീഡിൽ വിളിച്ചിരുന്ന പേരാണ് ഗാമിനി. ഗാമിനി എന്ന് പറയുന്നത് നമുക്ക് ഗ്രാമിണി, ഗ്രാമം എന്ന് ഓർത്ത് വെക്കാൻ ഈസിയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 16 മഹാജനപദാസിൻ്റെ പേരും അതിൻ്റെ ക്യാപിറ്റലും പിന്നെ പ്രസൻറ്റ് ലൊക്കേഷനുമാണ്. ഇത് നമുക്കൊരു സ്റ്റോറി പോലെ ഓർത്തു വെക്കാൻ ഈസിയാണ്. നമ്മുടെ സ്റ്റോറി ഇങ്ങനെയാണ്. സുറുമയുമായി കാശിബായിയുടെ ബോഡി ഗാർഡ് പാകിസ്ഥാനിൽ നിന്നും ഗന്ധാരൻ്റെ ടാക്സിയിൽ വന്നു. നമുക്കറിയാം ബജിറാവ് മസ്താനിയുള്ള ക്യാരക്ടറാണ് കാശിബായ്. ഓക്കെ, സുറുമയുമായി കാശിബായിയുടെ ബോഡി ഗാർഡ് പാകിസ്ഥാനിൽ നിന്നും ഗന്ധാരൻ്റെ ടാക്സിയിൽ വന്നു. വീരനായ മഹാരാജാവിന് ഇത് കേട്ട് കുരുപൊട്ടി. കോപത്തോടെ അയാൾ സംസാരിച്ചു. അവനോടുടൻ വരാൻ കൽപ്പിച്ചു. മസ്താനി രാജാവിനോട് പറഞ്ഞു, ചേട്ടൻ സമാധാനിക്ക്. അവൾക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ അവൾ വരും. 2 തവണ പറയുന്നുണ്ട്, വരും. പാവമാക്കുമാര് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മനം നൊന്ത് കുഴിയിൽ ചാടി മരിച്ചു. കോഡ് കുറച്ച് കോമഡി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ മഹാജനപദാസിൻ്റെ പേരും ക്യാപിറ്റൽസും ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ സാധിക്കും. സുറുമ എന്നത് സൗരസേനയുടെയും മധുരയുടെയും കോഡാണ്. സൗരസേന എന്ന മഹാജനപദയുടെ ക്യാപിറ്റലാണ് മധുര. നമുക്കറിയാം മധുര എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്.
അടുത്തത് കാശിബായി. കാശി എന്ന് പറയുന്ന മഹാജനപദയുടെ ക്യാപിറ്റലാണ് കാശി. സെയിം നെയിം തന്നെയാണ് മഹാജനപദക്കും ക്യാപിറ്റലിനും വരുന്നത്. ബായി എന്നത് ബനാറസ് എന്ന് ഓർത്തു വെക്കാം. ഇതും യു പിയിലാണ് വരുന്നത്. ബോഡി ഗാർഡ് പാകിസ്ഥാനിൽ നിന്ന് ഗന്ധാരൻ്റെ ടാക്സിയിലാണ് വരുന്നത്. ബോഡി ഗാർഡ് എന്ന് പറയുന്നത് അംഗരക്ഷകൻ. സോ അംഗ എന്ന് പറയുന്നതിൻ്റെ ക്യാപിറ്റലാണ് ചമ്പ. ഇതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്? ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഈ ഒരു ഭാഗത്താണ്. പാകിസ്ഥാനിൽ നിന്ന് ഗന്ധാരൻ്റെ ടാക്സി. ഗന്ധാര, തക്സില, പ്രസൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്? പാകിസ്ഥാൻ. അടുത്തത് വീരനായ മഹാരാജാവ്. വീരൻ എന്ന് പറയുന്നത് വിരാട് നഗർ ക്യാപിറ്റലാണ്. മഹാരാജാവ് മത്സ്യ. മത്സ്യ എന്ന് പറയുന്നത് മഹാജനപദയുടെ പേര്. ഇതിൻ്റെ പ്രസൻറ്റ് ലൊക്കേഷൻ എവിടെയാണ്? രാജസ്ഥാൻ. ഇത് കേട്ട് കുരു പൊട്ടിയെന്ന് പറഞ്ഞത് ഇത് ഇന്ദ്രപ്രസ്ഥ, കുരു എന്ന് പറയുന്ന ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്? മീററ്റ്, ഹരിയാന. കോപത്തോടെ അയാൾ സംസാരിച്ചു. കോപത്തോടെ എന്ന് പറയുന്നത് കോസല, സംസാരിച്ചു എന്നത് ശ്രാവസ്തി. അവനോട് എന്ന് പറയുന്നത് അവന്തി, ഉടൻ ഉജ്ജയിൻ, വരാൻ വത്സ്യ, കൽപ്പിച്ചു കോസാംബി. മസ്താനി രാജാവിനോട് പറഞ്ഞു, മഗധ രാജ്ഗീർ. ചേട്ടൻ സമാധാനിക്ക്, അതായത് ചേതി സ്വതിവതി. അവൾക്ക് നിങ്ങളോട് പ്രണയമുണ്ടെങ്കിൽ എന്ന് പറയുന്നത് അവൾക്ക് അസ്മക, പ്രണയം, പൈത്തൻ. പിന്നെ വരും എന്ന് പറയുന്നത് വജിയും വൈശാലിയും. പാവമാകുമാരി എന്ന് പറയുന്നത് പാഞ്ചാലയും അഹിച്ഛത്ര കമ്പിലിയ. അങ്ങനെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് മനംനൊന്ത് കുഴിയിൽ ചാടി മരിച്ചു. കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് എന്ന് പറയുന്നത് കംബോജ, പൂഞ്ച. പിന്നെ മല്ല, കുശിനഗര. മനം നൊന്ത് കുഴി എന്ന് പറയുന്നത് കുശിനഗര. ഈ ഒരു കോഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ഒരു ടേബിളിലുള്ള 16 മഹാജനപദാസിൻ്റെ പേരും അതിൻ്റെ ക്യാപിറ്റലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തെടുക്കാം. ഇനി നമ്മൾ നോക്കുന്നത് പ്രധാനപ്പെട്ട മഹാജനപദാസും അതുമായിട്ട് ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ് ഫാക്റ്റുകളുമാണ്. ഒന്നാമത്തത് അങ്ക. അങ്കയുടെ ക്യാപിറ്റൽ എന്താണ്? ചമ്പ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മഹാഭാരതത്തിലും ഐത്രേയ ബ്രാഹ്മണയിലും അഥർവവേദത്തിലൊക്കെ ഇതിനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു മറക്കാൻ പറ്റാത്ത പോയിന്റ്, മഗധ എംപയറിൻ്റെ സമയത്ത് ബിംബിസാരയാണ് അങ്കയെ മഗധയിലേക്ക് കോൺകർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത്. സോ ബിംബിസാറിൻ്റെ ഏക കോൺകസ്റ്റ് കൂടിയാണ് അങ്കയുടെ കോൺകസ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മഹാജനപദയാണ് മഗധ. മഗധയുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. രാജഗൃഹ ഓർ ഗിരിവ്രജ. ഈ 2 പേരിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ജോഗ്രാഫിക്കലി ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ക്യാപിറ്റൽ ചുറ്റിലും 5 ഹില്ല് കൊണ്ട് ഫോർട്ടിഫൈഡ് ആയിരുന്നു. ഇവർക്ക് നാച്ചുറലി ജോഗ്രാഫിക്കലി തന്നെ ഒരു ഫോർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. 5 ഹില്ലുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഡ് വൺ ഔട്ടായിട്ടൊക്കെ ഇതിൽ ക്വസ്റ്റ്യൻസ് വരാം. മറ്റൊരു പോസിബിൾ ക്വസ്റ്റ്യനാണ് അഥർവവേദയിൽ മഗധ എന്ത് തരം ഹാബിറ്റേഷനായിട്ടാണ് പരാമർശിക്കുന്നത് എന്ന്. അഥർവവേദയിൽ പറയുന്നത് സെമി ബ്രാഹ്മണിക്കൽ ഹാബിറ്റേഷനായിട്ടാണ്. നമ്മൾ പറഞ്ഞു 5 ഭാഗത്തും മലകളുണ്ടായിരുന്നു. അതുപോലെ 3 സൈഡിലും 3 പുഴകളുണ്ടായിരുന്നു, ഗംഗ, സോൺ ആൻഡ് ചമ്പ. ഇതൊക്കെ ഇവർക്ക് എനിമീസിൻ്റെ അടുത്ത് നിന്ന് നല്ല പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർക്ക് വളരെയധികം അയണിൻ്റെയും കോപ്പറിൻ്റെയും ഡെപ്പോസിറ്റ്സ് ഉണ്ടായിരുന്നു. ഇത് വെപ്പൺസ് ഉണ്ടാക്കാൻ വളരെയധികം സഹായിച്ചു. മഗധ പഠിക്കുമ്പോൾ അവിടെയുള്ള രാജവംശവും അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെയും ഡീറ്റെയിൽസ് പഠിച്ചു വെക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് നോൺ കിങ് ഓഫ് മഗധ എന്ന് പറയുന്നത് ബിംബിസാരയാണ്. ഇവരുടെ ഡൈനാസ്റ്റിയാണ് ഹര്യങ്ക ഡൈനാസ്റ്റി. ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറും ബിംബിസാര തന്നെയാണ്. ബിംബിസാരയാണ് ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന കൃതി അശ്വഘോഷയുടെ ബുദ്ധചരിതയാണ്. ഇദ്ദേഹം ബുദ്ധിസം ഫോളോ ചെയ്തിരുന്ന ബുദ്ധൻ്റെ കണ്ടംപററി ആയിട്ടുള്ള ഒരാളായിരുന്നു. കൂടാതെ മഹാവീരെയും അഡ്മയർ ചെയ്തിരുന്നു എന്ന് ബിംബിസാരയെക്കുറിച്ച് പറയുന്നുണ്ട്. മഗധയുടെ ക്യാപിറ്റൽ നമ്മൾ പഠിച്ചതാണ് രാജഗൃഹയാണ്. സോ ബിംബിസാരയുടെ ക്യാപിറ്റലും രാജഗൃഹ തന്നെയാണ്. ഇദ്ദേഹത്തെ മറ്റൊരു പേരിൽ വിളിക്കുന്നത് ശ്രേണിയ എന്നാണ്. മഹാജനപദാസ് വെച്ച് കമ്പയർ ചെയ്തു നോക്കുമ്പം ബിംബിസാരയാണ് ആദ്യമായിട്ടൊരു സ്റ്റാൻഡിങ് ആർമി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന് 3 ഭാര്യമാരുണ്ടായിരുന്നു. കോസലാദേവി, മറ്റൊന്ന് ഖേമ, ചെല്ലന. അങ്കയെക്കുറിച്ച് പറഞ്ഞപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബിംബിസാരയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഏക കോൺക്വസ്റ്റുമാണ് അങ്കയുടെ കോൺക്വസ്റ്റ്. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്.
ബുദ്ധിസ്റ്റ് കൃതിയായിട്ടുള്ള മഹാവഗ്ഗയിൽ ബിംബിസാരക്ക് 500ഓളം ഭാര്യമാരുള്ളതായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട 3 ഭാര്യമാരിൽ ഒരാളാണ് ഖേമ. ഖേമ എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് ടീച്ചിങ്ങിലൊക്കെ വളരെ വെൽവേഴ്സ്ഡ് ആയിട്ടുള്ള ക്വീൻ ആയിരുന്നു. ഇവരുടെ പാലസിന് പറഞ്ഞ പേരാണ് മഹാഗോവിന്ദ. ബിംബിസാര ഗന്ധാര കിങ്ങിൻ്റെ അടുത്ത് നിന്നൊരു എംബസി സ്വീകരിച്ചതായിട്ടും പറയുന്നുണ്ട്. കോലിയ എന്ന് പറയുന്നത് മിനിസ്റ്ററാണ്. സുമന എന്ന് പറയുന്നത് ഫ്ലവർ ഗ്യാദറർ. കുംഭഘോഷ എന്ന് പറയുന്നത് ട്രഷറർ. പിന്നെ വേലുവന എന്ന് പറയുന്ന ഒരു പാർക്ക് ബുദ്ധിസ്റ്റ് സംഘക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഗിഫ്റ്റ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. ബിംബിസാരയുടെയും ചെല്ലനയുടെയും മകനായിട്ട് ജനിക്കുന്നതാണ് അജാതശത്രു. നെക്സ്റ്റ് വരുന്ന പ്രധാന കിങ്ങാണ്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് കുണിക എന്നാണ്. അച്ഛനെ കൊന്നുകൊണ്ടാണ് ഇദ്ദേഹം പവറിലേക്ക് വരുന്നത്. ശേഷം ഇദ്ദേഹം എന്താക്കുന്നുണ്ട്, ബുദ്ധിസം സ്വീകരിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ എവിടെയാണ് നടക്കുന്നത്? രാജഗൃഹയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാറുകൾ കോസലയും വൈശാലിയും തമ്മിലാണ്. കാരണം നമുക്കറിയാം ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ടുള്ള ചെല്ലന ഈ ഒരു രാജ്യങ്ങളിൽ ഈ ഒരു മഹാജനപദാസിൽ നിന്ന് വരുന്നതാണ്. സ്റ്റിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആ രാജ്യങ്ങളുമായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ജൈന ടെക്സ്റ്റുകൾ നോക്കുമ്പം അതിൽ പറയുന്നത് അജാതശത്രു 2 പ്രത്യേകതരം വെപ്പൺസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് വാർ എഞ്ചിനും മറ്റൊന്ന് ചാരിയറ്റുമാണ്. വാർ എഞ്ചിൻ എന്ന് പറയുന്നത് മഹാശിലകന്ധക, ചാരിയറ്റ് വിത്ത് മെയ്സ് എന്നത് രഥമുസല. ബുദ്ധിസ്റ്റ് വർക്കായിട്ടുള്ള മഹാവംശയില അജാതശത്രു ക്യാപിറ്റലിൻ്റെ ചുറ്റും ധാതു ചൈത്യാസം നിർമ്മിച്ചതായിട്ട് പറയുന്നുണ്ട്. ധാതു ചൈത്യാസം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മൊണുമെൻറ്റ്സ് ആണ്. രാജഗൃഹയിലുണ്ടായിരുന്ന മഹാവിഹാരാസ് റിപ്പയർ ചെയ്തതായിട്ടും പറയുന്നുണ്ട്. അജാതശത്രുവായിട്ട് ബന്ധപ്പെട്ടൊരു സ്റ്റോറി മഹാപരിനിപ്പാന സൂത്രയിൽ പറയുന്നുണ്ട്. അജാതശത്രു വജ്ജീസിനെ അറ്റാക്ക് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണ മന്ത്രിയായിട്ടുള്ള വസാഗരയോട് പറഞ്ഞു ബുദ്ധനെ ഒന്ന് അപ്രോച്ച് ചെയ്തിട്ട് ബുദ്ധനോട് ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വസാഗര ബുദ്ധനെ കാണാൻ പോവുകയാണ്. ഇതിനുത്തരമായിട്ട് ബുദ്ധൻ പറയുന്നത് വജ്ജിയിലുള്ള ആളുകൾക്ക് 7 അതായത് വജ്ജി സൂത്രാസ് ഉണ്ട്, അവരെ അതുകൊണ്ട് കോൺകർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അജാതശത്രുവിനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറന്നു പോരുതാത്തൊരു പോയിൻ്റാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽസ്. ബുദ്ധിസ്റ്റ് കൗൺസിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അജാതശത്രുവിൻ്റെ പീരീഡിലാണ്. രാജഗൃഹയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു. സോ ക്യാപിറ്റലിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. വർഷം 483 BC. സ്ഥലം രാജഗൃഹ. അപ്പോൾ ഉണ്ടായിരുന്ന റൂളർ ആരാണ്? അജാതശത്രു. ഇവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഈവൻ്റ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, ഒന്നാമത്തെ കാര്യം ബുദ്ധൻ്റെ ഡെത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ കൗൺസിലാണ്. പിന്നെ ത്രിപിതകാസ് കോഡ് ചെയ്തിട്ട് ഒരു ബുക്ക് രൂപത്തിലാക്കുന്നതും ഈ ഒരു കൗൺസിലിൽ വെച്ചിട്ടാണ്. ടോട്ടൽ 4 കൗൺസിൽസ് ആണെന്ന് നമുക്കറിയാം. സോ നമ്മൾ ഓൾറെഡി അജാതശത്രുവിനെ നോക്കുന്നതിൽ ഡിസ്കസ് ചെയ്തിട്ട് ഈ റിലേറ്റഡ് ഫാക്ട്സ് ഒരുമിച്ച് നോക്കുന്നതാണ് നല്ലത്. ദെൻ സെക്കൻഡ് കൗൺസിൽ എന്ന് പറയുന്നത് 383 BC. ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? വൈശാലി. വൈശാലിയിൽ ഏത് രാജാവാണ് ഇത് നടത്തുന്നത്? കാലഘോഷ. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. ഒന്നാമത്തത്, ഇവർ രണ്ട് സെക്റ്റുകളായിട്ട് തിരിഞ്ഞതിന് ശേഷം ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണിത് നടത്തുന്നത്. ഈ ഒരു പ്രശ്നം ഇവിടെ സോൾവ് ആവുന്നതല്ല ചെയ്യുന്നത്. ഇൻസ്റ്റൻറ്റ് ഇവരെന്താവുന്നു? 2 പാർട്ടായിട്ട് ഡിവൈഡ് ആവുന്നുണ്ട്. അതായത് ബുദ്ധിസത്തിലുള്ള ഷിസം നടക്കുന്നത് സെക്കൻഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. ഇതെവിടെ വെച്ചാണ് നടക്കുന്നത്? വൈശാലി. ഇനി നമ്മൾ നോക്കുന്നത് തേർഡ് കൗൺസിലാണ്. തേർഡ് കൗൺസിലിൻ്റെ വർഷം എത്രയാണ്? 250 BC. ഇത് നടക്കുന്നത് പാടലിപുത്രയിൽ അശോകയുടെ ടൈമിലാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. അശോകയുടെ പീരീഡിൽ നടക്കുന്നത് എത്രാമത്തെ കൗൺസിലാണ്? തേർഡ് ബുദ്ധിസ്റ്റ് കൗൺസിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സംഘയുടെ ഇടയിലുണ്ടായിരുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യാനും കൂടാതെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുമായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത്. ഈ ഒരു ടൈമിലാണ് തേരവാദ സ്കൂൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ത്രിപിതകാസ് പാലി ലാംഗ്വേജിലേക്ക് കോഡ് ചെയ്യപ്പെടുന്നത് തേർഡ് കൗൺസിലിൻ്റെ സമയത്താണ്. അശോകയുടെ സമയത്ത് ശ്രീലങ്ക, അതുപോലെ ഈസ്റ്റേൺ കൺട്രീസ്, അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് ബുദ്ധിസ്റ്റ് മിഷണറീസ് പോകുന്നുണ്ട്.
സോ ബുദ്ധിസ്റ്റ് മിഷണറീസിനെ അയച്ചത് ഏത് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ അശോകയായിട്ട് ബന്ധപ്പെട്ട 3rd കൗൺസിലാണെന്ന് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. ദെൻ ഫൈനലി 4th കൗൺസിലാണ്. ഇത് 78 AD നടക്കുന്നത്. ഇതിൻ്റെ ലൊക്കേഷൻ അങ്ങ് കാശ്മീരിലാണ്. കാശ്മീരിൽ കനിഷ്ക, രണ്ടും K ആണെന്ന് ഓർത്ത് വെക്കാൻ ഈസിയാണ്. കാശ്മീർ, കനിഷ്ക. ബുദ്ധിസത്തിനെ മഹായാന, ഹീനയാന എന്നീ സെക്റ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് 4th കൗൺസിലിൽ വെച്ചാണ്. ബുദ്ധിസ്റ്റ് സൈറ്റായിട്ടുള്ള ബാർഹൂത്ത് വെച്ച് നമുക്ക് അജാതശത്രു ബുദ്ധയെ വിസിറ്റ് ചെയ്യുന്നൊരു പാനൽ ലഭിച്ചിട്ടുണ്ട്. അജാതശത്രുവിൻ്റെ സക്സസറായിട്ട് വന്നിട്ടുള്ള അജാതശത്രുവിൻ്റെ മകനാണ് ഉദയഭദ്ര, അല്ലെങ്കിൽ ഉദയൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇദ്ദേഹം പാടലിപുത്രയിൽ നിന്ന് ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ഹര്യങ്ക ഡൈനാസ്റ്റിയിലുള്ള വൺ ഓഫ് ദ ലാസ്റ്റ് മേജർ റൂളേഴ്സായിട്ടും ഇദ്ദേഹത്തിനെ പറയുന്നുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ഒരു ഫോർട്ട് ഇദ്ദേഹം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഹര്യങ്ക ഡൈനാസ്റ്റിക്ക് ശേഷം വരുന്നതാണ് സിസുനാഗ ഡൈനാസ്റ്റി, അല്ലെങ്കിൽ ശിശുനാഗ ഡൈനാസ്റ്റി. ഇതിനെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് ശ്രീലങ്കൻ ക്രോണിക്കിൾസ് വെച്ചിട്ടാണ്. ഈ ഒരു ക്രോണിക്കിൾസ് പറയുന്നത് മഗധയിലുള്ള ആളുകൾ റിവോൾട്ട് ചെയ്യുകയും സ്ലോലി ശിശുനാഗ എന്ന മിനിസ്റ്ററിനെ കിങ് ആയിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനുശേഷം വരുന്ന ഗ്രൂപ്പിനെയാണ് ശിശുനാഗ ഡൈനാസ്റ്റി എന്ന് നമ്മൾ വിളിക്കുന്നത്. മഗധയുടെ രാജാവുന്നതിൻ്റെ മുന്നേ ഇദ്ദേഹത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കാശിയിലുണ്ടായിരുന്ന വൈസ്രോയി ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ് എന്ന് പറയുന്നത് അവന്തിയുടെ ഡിസ്ട്രക്ഷൻ ആയിരുന്നു. അവിടെയുള്ള ക്യാപിറ്റൽ ആയിട്ടുള്ള ഉജ്ജയിനൊക്കെ ഇദ്ദേഹം പിടിച്ചടക്കി. ലേറ്റർ പാടലിപുത്രയിൽ നിന്ന് വൈശാലിയിലേക്ക് ഇദ്ദേഹം ക്യാപിറ്റൽ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാലസോഗയെ കുറിച്ച് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ട്. എവിടെയായിരുന്നു പറഞ്ഞത്? 2nd ബുദ്ധിസ്റ്റ് കൗൺസിലിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഇതെവിടെയാണ് നടക്കുന്നത്? വൈശാലി. ഓക്കെ, ഈ ഒരു ഇദ്ദേഹത്തിന് മറ്റൊരു പേരിൽ വിളിക്കുന്നുണ്ട്, കാകവർണ എന്നാണ് ആ ഒരു പേര്. കാലാശോകയ്ക്ക് ശേഷം വരുന്ന രാജാവാണ് മഹാപത്മനന്ദ. ഹിസ്റ്റോറിക്കലി പലരും അഭിപ്രായപ്പെടുന്നുണ്ട് ആദ്യമായിട്ട് രാജ്യം ഭരിക്കാൻ വരുന്ന നോൺ ക്ഷത്രിയ ഡൈനാസ്റ്റി കൂടിയാണ് നന്ദ ഡൈനാസ്റ്റി എന്ന്. അതുപോലെ ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ എംപറർ ഓഫ് ഇന്ത്യ ആയിട്ട് കണക്കാക്കുന്നത് മഹാപത്മനന്ദയാണ്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ചന്ദ്രഗുപ്ത മൗര്യ ആണോ അല്ലെങ്കിൽ മഹാപത്മനന്ദയാണോ? ഫസ്റ്റ് ഹിസ്റ്റോറിക്കൽ എംപറർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് മഹാപത്മനന്ദയാണ്. ചന്ദ്രഗുപ്ത അറിയപ്പെടുന്നത് ഫസ്റ്റ് എംപറർ ഓഫ് ഇന്ത്യയാണ്. നന്ദാസിൻ്റെ ഒറിജിനുമായിട്ട് ബന്ധപ്പെട്ട് പല പല ഒപ്പീനിയൻസ് ഉണ്ട്. പുരാണാസ് പറയുന്നത് ലാസ്റ്റ് ശിശുനാഗ കിങ്ങിനൊരു ശൂദ്ര വിമണിലുണ്ടായതാണ് മഹാപത്മനന്ദ എന്നാണ്. അതുപോലെ ജൈൻ ടെക്സ്റ്റിലും ഗ്രീക്ക് റൈറ്റേഴ്സൊക്കെ പറയുന്നത് ഒരു ബാർബറിൻ്റെയും കോട്ടസൻ്റെയും മകനായിരുന്നു എന്നാണ്. മറ്റ് ചില കൃതികൾ പറയുന്നത് നന്ദയുടേതൊരു അൺനോൺ ലീനിയേജ് ആയിരുന്നു എന്നാണ്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം ഒരു ക്ഷത്രിയനല്ലായിരുന്നു എന്ന്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈറ്റിലായിരുന്നു സർവ ക്ഷത്രിയാന്തക, അതായത് ഡിസ്ട്രോയർ ഓഫ് ഓൾ ദ ക്ഷത്രിയാസ്. 28 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭരണം. അതുപോലെ മറ്റൊരു ടൈറ്റിലാണ് ഏക്രാത്ത്. ഏക്രാത്ത് എന്ന് പറയുന്നത് സോൾ സോവറൈൻ ഹു ഡിസ്ട്രോയിഡ് ഓൾ അതർ റൂളിംഗ് പ്രിൻസസ് എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പീരീഡിൽ ടെറിട്ടോറിയലി കിങ്ഡം വളരെയധികം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. കലിംഗയെ മഗധയിലേക്ക് ആഡ് ചെയ്യുന്നതും ഇദ്ദേഹമാണ്. പാലി കൃതികളിൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് ഉഗ്രസേന എന്നാണ്. ഉഗ്രസേന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സേന എന്ന് പറയുന്നത് എന്താണ്? ആർമി. ഇദ്ദേഹത്തിന് വളരെ വലിയൊരു ആർമി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഉഗ്രസേന എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. 200,000 ഇൻഫാൻട്രിയും 60,000 കവാലറിയും 6,000 വാർ എലിഫൻസ് ഒക്കെയുള്ള ആർമി ആയിരുന്നു എന്നാണ് കൃതികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഇത്രയും വലിയൊരു ആർമി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി ഇവർക്ക് എന്തുണ്ടാവാം? ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ടാക്സ് സിസ്റ്റം ഉണ്ടായിരിക്കണം. ചൈനീസ് ട്രാവലർ ആയിട്ടുള്ള ഹുവാങ് സാങ് നന്ദയുടെ വെൽത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കൂടാതെ അവിടെ ഉണ്ടായിരുന്ന 5 സ്തൂപങ്ങളെയും ഇദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. നന്ദ റൂളേഴ്സിലുള്ള അവസാനത്തെ കിങ്ങാണ് ധാനനന്ദ. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് വരുന്നത് ആരാണ്? ചന്ദ്രഗുപ്ത മൗര്യ. ഓക്കെ, സോ ചന്ദ്രഗുപ്ത മൗര്യ ഡിഫീറ്റ് ചെയ്യുന്നത് ധാനനന്ദയാണ്. ഗ്രീക്ക് കൃതികളിൽ ഇദ്ദേഹത്തിനെ വിളിക്കുന്നത് അഗ്രമേസ് അല്ലെങ്കിൽ സാൻഡ്രേംസ് എന്നൊക്കെയാണ്. ധാനനന്ദ ഭരിക്കുന്ന സമയത്താണ് അലക്സാണ്ടറിൻ്റെ ഇൻവേഷൻ നടക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്.
നന്ദോപക്രമാണി എന്ന് പറയുന്നൊരു മെഷർ കണ്ടെത്തിയത് ദാനനന്ദയാണെന്ന് പറയാറുണ്ട്. ഇദ്ദേഹം ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഒപ്രസീവ് ആയിട്ടുള്ള വഴികളായിരുന്നു സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ ഇദ്ദേഹം അത്ര പോപ്പുലർ അല്ലായിരുന്നു. കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നന്ദാസ് ക്ഷത്രിയാസ് അല്ലായിരുന്നു. പ്ലസ് അവർ പലപ്പോഴും ആൻറ്റി ക്ഷത്രിയ പോളിസീസ് എടുത്തവരുമായിരുന്നു. അപ്പോൾ ഇവരുടെ ശൂദ്ര ഒറിജിൻസും ആൻറ്റി ക്ഷത്രിയ പോളിസിയൊക്കെ കാരണം ഇവർക്ക് കുറേ എനിമീസ് ഉണ്ടായിരുന്നു. ആസ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ചന്ദ്രഗുപ്ത മൗര്യയാണ് ലേറ്റർ ദാനനന്ദയെ ഓവർത്രോ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാശി എന്ന മഹാജനപദയാണ്. കാശി എന്ന് പറയുമ്പം നമുക്കറിയാം പ്രസന്റ് ഡേ വാരണാസിയാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. 16 മഹാജനപദാസിനെ എടുത്തു നോക്കുമ്പം ആദ്യകാലങ്ങളിൽ വളരെ പവർഫുൾ ആയിട്ടുണ്ടായിരുന്ന ഒരു കിങ്ഡം ആയിരുന്നു കാശി. കുതിരകളുടെ ട്രേഡിനും കോട്ടൺ ടെക്സ്റ്റൈൽസിനൊക്കെ വളരെ ഫേമസ് ആയിരുന്നു കാശി. ലേറ്റർ പീരീഡിൽ കോസാലയിലേക്ക് ഇത് അനക്സ് ചെയ്യപ്പെട്ടു. ശേഷം മഗധയുടെ പാർട്ടായിട്ട് മാറുന്നുണ്ട്. അടുത്തത് വത്സ അഥവാ വംശ. ഇത് രണ്ടും ഒരു മഹാജനപദയാണ്. ഇതിൻ്റെ ക്യാപിറ്റൽ കോസാംബിയാണ്. പ്രസന്റ് ഡേ അലഹബാദിലാണ് വത്സ സ്ഥിതി ചെയ്യുന്നത്. കുരൂസിൻ്റെ ഒരു ഓഫ് ഷൂട്ടായിട്ടാണ് വത്സയെ പൊതുവെ കണക്കാക്കുന്നത്. വത്സ ഭരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട രാജാവായിരുന്നു ഉദയാന. ഉദയാന അജാതശത്രുവായിട്ടും അവന്തിയിലുള്ള പ്രദ്യോതിയായിട്ടൊക്കെ പലപ്പോഴും സ്ട്രഗിളിൽ വരുന്നുണ്ട്. മഗധയായിട്ടുള്ള ഇഷ്യൂ റിസോൾവ് ആവുന്നത് ഒരു മാട്രിമോണിയൽ അലയൻസ് വെച്ചിട്ടാണ്. ഇതേപോലെ അവന്തിയായിട്ടും ആദ്യം കുറേ ക്ലാഷ് ഉണ്ടായിരുന്നെങ്കിലും ലേറ്റർ അവന്തിയുടെ കിങ് ഉദയാനക്ക് അവരുടെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യലി ഉദയാന ബുദ്ധിസത്തെ വളരെയധികം ഓപ്പോസ് ചെയ്തിട്ടുള്ള ഒരു ആളായിരുന്നു. ലേറ്റർ ഇദ്ദേഹം ബുദ്ധിസം സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ ബുദ്ധിസം സ്റ്റേറ്റ് റിലീജിയനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത കിങ്ഡം ആണ് കോസല. കോസലയുടെ ക്യാപിറ്റലാണ് ശ്രാവസ്തി. ഇത് പ്രസന്റ് ഡേ അവധിൽ, അതായത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. കോസല മഹാജനപദയിലെ പ്രധാനപ്പെട്ട 3 സിറ്റീസാണ്. ഒന്ന് അയോധ്യ, മറ്റൊന്ന് സാകേത, മറ്റൊന്ന് ക്യാപിറ്റൽ ആയിട്ടുള്ള ശ്രാവസ്തി. നമുക്ക് കോസല മഹാജനപദയെക്കുറിച്ച് ഇൻഫർമേഷൻ തരുന്ന കൃതിയാണ് ഷഡ്പദ് ബ്രാഹ്മൺ. ഇവിടെ പ്രധാനപ്പെട്ട റിലീജിയൻസ് എന്ന് പറയുന്നത് ബ്രാഹ്മണിസവും ബുദ്ധിസവും ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കിങ്ങാണ് പ്രസേൺജിത്ത്. പ്രസേൺജിത്ത്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ സിസ്റ്ററെ മഗധ കിങ് ആയിട്ടുള്ള ബിംബിസാരയ്ക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് ഡൗറി ആയിട്ട് കൊടുക്കുന്നത് കാശിയാണ്. പക്ഷേ ഈ ഒരു അലയൻസ് പോസിറ്റീവായിട്ടല്ല അവസാനിക്കുന്നത്. ലേറ്റർ അജാതശത്രുവായിട്ട് ബിംബിസാരയുടെ മകനൊരു ഇഷ്യൂ ഉണ്ടാവുകയും ലേറ്റർ പ്രസേൺജിത്തിൻ്റെ സിസ്റ്റർ ഗ്രീഫ് കാരണം മരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് മഹാജനപദയാണ് സൗരസേന. സൗരസേനയുടെ ക്യാപിറ്റൽ മധുരയായിട്ടാണ് വരുന്നത്. മഹാഭാരതത്തിലും രാമായണത്തിലൊക്കെ പ്രധാനപ്പെട്ട കിങ്ഡംസിനെയും ഗ്രൂപ്പ്സിനെയും പറയുന്ന കൂട്ടത്തിൽ സൗരസേനയെ നമുക്ക് മെൻഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ബുദ്ധിസ്റ്റ് കൃതികളും സൗരസേനയും മധുരയൊക്കെ മെൻഷൻ ചെയ്യുന്നതായിട്ടും കാണാം. കുരു മഹാജനപദയുടെ ക്യാപിറ്റലായിരുന്നു ഇന്ദ്രപ്രസ്ഥ അല്ലെങ്കിൽ ഹസ്തനിപുര. പ്രസന്റ് ഡേ ജയ്പൂരിൻ്റെ അടുത്തുണ്ടായിരുന്ന മഹാജനപദയാണ് മത്സ്യ. മത്സ്യയുടെ ക്യാപിറ്റലാണ് വിരാട് നഗർ. ഋഗ്വേദ പോലെയുള്ള പല ഉപനിഷത്തുകളിലും ബ്രാഹ്മണാസിലും മത്സ്യാസിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മഹാജനപദയാണ് ചേതി. ചേതിയുടെ ക്യാപിറ്റലാണ് സോതിവതി. ഇത് ചേതി ഋഗ്വേദയിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു മഹാജനപദയാണ്. ബുന്ദേൽഖണ്ഡിൻ്റെ ഈസ്റ്റേൺ പാർട്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളുമാണ് പ്രസന്റ് ഡേ ചേതിയുടെ ലൊക്കേഷൻ. മഹാഭാരതയിൽ ഇതിൻ്റെ പറയുന്നത് സുക്തിമതി അല്ലെങ്കിൽ ശുക്തി സഹ്വായ എന്നാണ് ചേതിയെ മെൻഷൻ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട മഹാജനപദയാണ് അവന്തി. അവന്തിയുടെ ക്യാപിറ്റലാണ് ഉജ്ജയിൻ. ഉജ്ജയിനെ തന്നെയാണ് മഹിഷ്മതി എന്ന് വിളിക്കുന്നത്. അവന്തി എന്ന് പറയുന്നത് ബുദ്ധിസവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദയാണ്. പ്രസന്റ് ഡേ മാൽവ, മധ്യപ്രദേശ് ഈ ഒരു ഭാഗത്തിലാണ് അവന്തിയുടെ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള കോസാംബിയിലുള്ള ഉദയാനയുടെയൊക്കെ കണ്ടംപററി ആയിരുന്നു ചന്ദപ്രദ്യോത എന്ന് പറയുന്ന അവന്തിയുടെ രാജാവ്. ബുദ്ധൻ്റെ പീരീഡിൽ കണ്ടംപററി ആയിട്ടുള്ള അവന്തി രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ചന്ദപ്രദ്യോത എന്നാണ് ആൻസർ. ഇവരുടെ തന്നെ കണ്ടംപററിയാണ് കോസാംബി ഭരിച്ചിരുന്ന ഉദയാനയും. അഥർവവേദയിൽ പരാമർശിച്ചിട്ടുള്ള നമ്മളുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലേക്ക് പ്രസന്റ് ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്ടിലേക്ക് വരുന്ന മഹാജനപദയാണ് ഗന്ധാര.
ഗന്ധാരയുടെ ക്യാപിറ്റലാണ് തക്സില അല്ലെങ്കിൽ തക്ഷശില. ഇതൊരു ആൻഷ്യൻറ്റ് ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ലേണിംഗ് കൂടിയായിരുന്നു. പ്രസൻറ്റ് ഡേ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ കാശ്മീർ മുതൽ കാബൂൾ വാലി വരെയുള്ള ആ ഒരു വെസ്റ്റേൺ പാർട്ടാണ് ഇതിൻ്റെ വരുന്നത്. അതുപോലെ ആക്മനിഡ് എംപയർ, അതായത് പേർഷ്യൻ എംപയറിൻ്റെ 20th സത്രദ, അതായത് പ്രൊവിൻസ് ആയിട്ടും ഹെറഡോട്ടസ് ഗന്ധാരയെ പരാമർശിക്കുന്നുണ്ട്. പ്രസൻറ്റ് ഡേ കാശ്മീർ ഹിന്ദുക്കുഷ് റീജിയൻ, അതായത് ഇന്ത്യയുടെ നോർത്തേൺ പാർട്സിൽ വന്നിരുന്ന മഹാജനപദയാണ് കംബോജ. ഇവരുടെ ക്യാപിറ്റലാണ് പൂഞ്ച. ഗന്ധാരയും കംബോജയും അടുത്തടുത്തുള്ള മഹാജനപദാസാണ്. അതുകൊണ്ട് ലിറ്ററേച്ചറിലും ഇൻസ്ക്രിപ്ഷൻസിലൊക്കെ കംബോജയെ പൊതുവെ ഗന്ധാരയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സൈറസ് 1 കംബോജ സിറ്റി ഓഫ് കാപ്പിസി, അതായത് മോഡേൺ ബെഗ്രാം, ഡിസ്ട്രോയ് ചെയ്തതായിട്ടും പറയുന്നുണ്ട്. മറ്റൊരു മഹാജനപദയാണ് പാഞ്ചാല. പാഞ്ചാലയുടെ പ്രത്യേകത, ഇതിന് 2 ക്യാപിറ്റലുണ്ട്. നോർത്തേൺ പാഞ്ചാലയുടെ ക്യാപിറ്റലാണ് അജിഛത്ര. നെക്സ്റ്റ് സദേൺ പാഞ്ചാലയുടെ ക്യാപിറ്റലാണ് കമ്പിലേയ. പ്രസൻറ്റ് ഡേ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശിലായിട്ട് വരും. മറ്റൊരു മഹാജനപദയാണ് അഷ്മക. അഷ്മകയുടെ ക്യാപിറ്റലാണ് പൈതാൻ അല്ലെങ്കിൽ പ്രതിസ്ഥാൻ. ഗോദാവരി നദിയുടെ അടുത്തായിട്ടാണ് അഷ്മക സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അംഗുത്തര നികായയിൽ അഷ്മകയിലുണ്ടായിരുന്ന ഫുഡിൻ്റെയും ജംസിൻ്റെയും ഒക്കെ അബണ്ടൻസും പ്രോസ്പെരിറ്റിയും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മഹാജനപദയാണ് വജിയുടെ ക്യാപിറ്റലാണ് വൈശാലി. ഇതൊരു 8 ക്ലാൻസ് ഒരുമിച്ച് കൂടിയിട്ടുള്ളൊരു കോൺഫെഡറസി ആയിരുന്നു. ഇതിൽ തന്നെ ഓരോ ടീമുകൾക്കും അവരുടേതായ ക്യാപിറ്റലും റൂളിങ്ങും സ്ട്രക്ചറും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനപ്പെട്ട 2 ക്ലാൻസാണ്, ഒന്ന് വിദേഹാസും മറ്റൊന്ന് ലിച്ചവീസും. വിദേഹാസിൻ്റെ ക്യാപിറ്റലായിരുന്നു മിഥില, ലിച്ചവീസിൻ്റെ ക്യാപിറ്റലായിരുന്നു വൈശാലി. ഇവരുടെ ഈ ഒരു കോൺഫെഡറസി തകർത്തത് അജാതശത്രു ആണെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മല്ല എന്ന മഹാജനപദയാണ്. മല്ലയുടെ ക്യാപിറ്റലാണ് കുസിനാര അല്ലെങ്കിൽ കുഷിനഗര എന്നും ഇതിനെ വിളിക്കുന്നുണ്ട്. ജൈൻ ടെക്സ്റ്റുകളിൽ, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ, മഹാഭാരതത്തിലൊക്കെ മല്ലയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നമ്മളുടെ വീഡിയോയുടെ ബിഗിനിങ് പറഞ്ഞ പോലെ മല്ല എന്തായിരുന്നു, ഒരു റിപ്പബ്ലിക് ആയിരുന്നു. മല്ലയുടെ ടെറിട്ടറി 2ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് 2 പാർട്ടിനും 2 ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു. ഒരു ക്യാപിറ്റലായിരുന്നു കുഷിനാര, മറ്റൊരു ക്യാപിറ്റലായിരുന്നു പാവ. കുഷിനഗരയും പാവപുരിയൊക്കെ ബുദ്ധിസത്തിലും ജൈനിസത്തിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈറ്റ്സ് കൂടിയാണ്.